അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഇതിൻ്റെ പേരാണ് മലബാരി ചിക്കൻ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ ചിക്കൻ. ഈ 1 കിലോ ചിക്കനിൽ നിന്ന് ഞാൻ ബ്രസ്റ്റ് പീസൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് 3/4 കിലോ ചിക്കൻ. ഇതിലേക്ക് ആവശ്യമായത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു വെളുത്തുള്ളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്, 10-15 വറ്റൽമുളക്, 1 കപ്പ് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില. ഇത്രയും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി, അതായത് ചിക്കൻ ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയാം, അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ എടുത്ത് വെച്ച മുളക് പൊടി അതിലേക്ക് ചേർക്കുകയാണ്. നിങ്ങൾക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കുക, അപ്പോൾ ഒന്നുകൂടെ കളർഫുൾ ആയിരിക്കും. ഞാനിവിടെ ഇത് ഓൾറെഡി കളറുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് കാശ്മീരി ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച മഞ്ഞൾപ്പൊടി ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ 15 മിനിറ്റെങ്കിലും വെക്കുക. അതൊന്ന് ചിക്കനിലൊക്കെ നല്ലോണം പിടിക്കട്ടെ. ഞാനിത് നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്, എങ്കിലേ അത് എല്ലാ ഭാഗത്തും എത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്നിട്ട് ഇതിനെ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഞാനൊരു പാൻ വെച്ചു, അതിലേക്ക് ഡയറക്റ്റ് ചിക്കൻ ഇട്ട് കൊടുത്തു. ഈ സമയത്ത് വെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളവും ഓയിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് അത് കുക്കായി വരട്ടെ. ഞാനിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്നു നോക്കി. അധികം വെള്ളമൊന്നും ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കുകയാണ്. ഇവിടെ ഞാൻ ഡ്രൈ ഫ്രൈ രൂപത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ, ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 3/4 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളതെന്ന്. പക്ഷേ ഞാൻ 1 കിലോൻ്റെ മെഷർമെൻ്റാണ് ഡിസ്ക്രിപ്ഷനിലും വീഡിയോൻ്റെ ഫസ്റ്റിലും കൊടുത്തിട്ടുള്ളത്. അത് ഫോളോ ചെയ്യുക, അപ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പമാവുക. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യുക. പിന്നെ ഈ ഒരു സമയം കൊണ്ട്, ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് വറ്റൽമുളക് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു സമയത്തൊക്കെ മൂടി വെച്ച് ചിക്കന് കുക്ക് ചെയ്തെടുക്കുക. ഇവിടെ നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനൊരു അല്പം പോലും ഓയിലൊന്നും ചേർത്തിച്ചില്ല. ഇതൊരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ച് വെച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എരിവിന് അനുസരിച്ച് നിങ്ങൾ വറ്റൽമുളക് ചേർക്കുക. ഞാനിവിടെ 15 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അതൊരു മീഡിയം എരിവേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. കൂടുതൽ എരിവായാൽ നമുക്ക് നല്ലപോലെ കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് വറ്റൽമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് ഇതിലേക്ക് ചേർക്കുക. അടിച്ചു വെച്ച മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. എൻ്റെത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് പെട്ടെന്നൊന്നും അടിയിൽ പിടിക്കില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ലൊരു പാനിൽ ചെയ്യുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിച്ചു പോകും. പിന്നെ നമ്മൾ കുറേ വെള്ളം ചേർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് ചേർക്കുന്നതിനേക്കാളും അല്പം കൂടുതൽ വെള്ളം ചേർക്കുക. അതാവുമ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഇല്ല. ഇനി ഒന്ന് വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അതാണ് ഇതിലേക്ക് ടേസ്റ്റ്. ഇനി മൂപ്പിച്ച് വെച്ച ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. അധികം ഇൻഗ്രീഡിയൻസോ അധികം പണിയോ ഒന്നുമില്ല. കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, എല്ലാത്തിൻ്റെ കൂടെയും പോകുന്ന ഒരു ഐറ്റമാണ്. ഈവൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കുക. ഇനി ഞാൻ ഇത് ഏകദേശം ആയി കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട്.
എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്ത് അടച്ച് വെക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഡ്രൈ ആവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിന് മുകളിൽ കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മിക്സ് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാം. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, വേറെ പണികളൊന്നുമില്ല, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ലേ, എന്നാൽ ടേസ്റ്റ് ആണെങ്കിൽ അടിപൊളിയാണ്. ഇനി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി, ആ കറിവേപ്പിലൊക്കെ ആകെ കളറ് മാറി അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്രയും മതി, നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഞാൻ സാധാരണ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടും എനിക്ക് നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും കളർ ആവശ്യമുള്ളവർ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുക. ഞാനിത് പത്തിരിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൻ്റെ കൂടെ കഴിക്കാം. എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിലും നല്ലൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ ഇനിയും വരാം. Until take care. Assalamu alaikum. Thank you for watching.